ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഓട്ടോ പാർട്ട് 5. മെഡിക്കൽ കോളേജിന്റെ മുന്നിലെത്തുമ്പോൾ സൂസന്ന തളർന്നു. വിശാലമായ മുറ്റത്തെ അക്വേഷ്യയുടെ ചുവട്ടിലെ തണൽ പറ്റി അവൾ വല്ലാതെ കിതച്ചു. പിന്നെ ഇടറുന്ന കാലടികളോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആരുടെയോ കനത്ത ശബ്ദം അവളുടെ കാതിൽ അരച്ചു നടന്നു. ഓട്ടോ തങ്കച്ചനെ കൊന്നിട്ടേ അടങ്ങൂന്നാ തോന്നണത്. ശവവണ്ടിയുടെ മകളാ. ചത്തോന്നറിയാൻ കൊച്ചു ശവവണ്ടി പറഞ്ഞു വിട്ടതാവും. നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇടനാഴിയും കടന്ന് ഇന്റൻസീവ് കെയർ യൂണിറ്റിന് അടുത്തെത്തിയതും സൂസന്ന ഒരു നിമിഷം നിശ്ചല നിന്നു. അടഞ്ഞുകിടക്കുന്ന ചില്ലുവാതിലിനു മുന്നിൽ ദുഃഖം ഘനീഭവിച്ച മുഖങ്ങളുമായി സാറാമ്മച്ചിയും ആനിയും ഷൈനിയും നിൽക്കുന്നു. എല്ലാം തകർന്നവരെ പോലെ. കർത്താവേ, ഇത്രയും പേരെ അനാഥമാക്കരുതേ. എന്റെ തങ്കച്ചായന്റെ ജീവൻ തിരിച്ചു തരണമേ. പകരം എന്റെ ജീവൻ എടുത്തോളണേ. സൂസന്ന ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നൊരലർച്ച കേട്ട് സൂസന്ന ഒരു ഞെട്ടലിൽ മുഖം തിരിച്ചു. ആരെ കാണാനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പറയടി. ലക്ഷം ദേവസ്യാച്ചായൻ വഴി തടഞ്ഞിട്ടെന്ന പോലെ അവൾക്ക് മുമ്പിൽ കടന്നു നിന്നു. പാദങ്ങൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതുപോലെ സൂസന്നയ്ക്ക് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. ചാച്ചാ, ഞാൻ ഒന്ന് കാണാൻ. അവൾ കരഞ്ഞുപോയി. സാറാ ചേട്ടത്തി ഓടി വന്ന് ദേവസ്യാച്ചായന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ എന്തു പിഴച്ചു? അവളോട് അങ്ങനൊന്നും പറയരുതേ. ഒന്ന് കൂടി. ദേവസ്യാച്ചായൻ സാറാ ചേട്ടത്തിയുടെ കൈ തട്ടിമാറ്റി സൂസന്നയ്ക്ക് നേരെ ചീറി. പോടി എന്റെ കൺവെട്ടു നിന്നു. നിന്നേന്നല്ല, തൊണ്ടത്തിൽ റപ്പായുടെ ഒരു ശവങ്ങളെ എനിക്ക് കാണണ്ട. നീ ചെന്ന് നിന്റെ തന്തയോടും ആങ്ങളയോടും പറ ഓട്ടോ തങ്കച്ചൻ ചത്തട്ടില്ലെന്ന്. ദേവസ്യാച്ചായൻ കിതച്ചു. പിന്നെ ആയാസപ്പെട്ട് ശ്വാസം വലിച്ചു വിട്ടു. സൂസന്ന ചേച്ചിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആനിയും ഷൈനിയും കുഴഞ്ഞു. വല്ലാത്തൊരു അമ്പരപ്പിലായിരുന്നു ആനി. സർവം നഷ്ടപ്പെട്ടവളെ പോലെ നിൽക്കുകയാണ് സൂസന്ന. ആ ദയനീയമായ നിൽപ്പ് കണ്ടപ്പോൾ ആനിക്ക് ഹൃദയം പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നി. അസഹ്യമായ വേദനയാൽ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ചാച്ചാ. നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ സൂസന്ന മെല്ലെ വിളിച്ചു. ദേവസ്യാച്ചായൻ അവൾക്ക് നേരെ നോക്കിയതേയില്ല. നിന്റെ തങ്കച്ചായനെ ഒന്ന് കണ്ടോട്ടെ ചാച്ചാ, ഒന്ന് കണ്ടാ മതി, ഒരിക്കൽ മാത്രം, ദൂരെ നിന്ന് കണ്ടോളാം. സ്ഫടികപാത്രം നിലത്തുടയുന്ന പോലെ ചിലമ്പിച്ചിരുന്നു ആ സ്വരം. ഹൃദയത്തിന്റെ ഉൾക്കോണിൽ എവിടെയോ നിന്ന് പെയ്തിറങ്ങിയ ആത്മനൊമ്പരത്തിന്റെ പ്രതിഫലനം പോലെ. ദേവസ്യാച്ചായൻ അവൾക്ക് നേരെ മുഖം വെട്ടിത്തിരിച്ചു. ചെല്ലടി, ചെല്ല്. നിന്നെ മിന്നുകെട്ടാൻ കാത്തുകാത്തിരുന്ന അവന്റെ തൊണ്ടകുഴിയിൽ ചെറിയൊരു മിടിപ്പുണ്ട്. ചെല്ല്. ആ കഴുത്ത് ഞെരിച്ച് ആ മിടിപ്പും കൂടി അവസാനിപ്പിച്ചു കളയി. എന്നിട്ട് ഏതെങ്കിലും ഒരു കളക്ടറുടെ കൂടെ പോയി പൊറുക്കടി നീ. ദേവസ്യാച്ചായൻ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറുകയായിരുന്നു. ഒരു തളർച്ചയോടെ സൂസന്ന അവിടേക്ക് നോക്കി. ആ അടഞ്ഞു കിടക്കുന്ന മുറിക്കുള്ളിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന തന്റെ ജീവനാണ്, തന്റെ നിധിയാണ്. ആ ജീവൻ പൊലിഞ്ഞാൽ പിന്നെ ഈ സൂസന്ന ഉണ്ടാവില്ല. സൂസന്നയിൽ നിന്ന് വല്ലാത്തൊരു നിലവിളി ഉയർന്നു. അതുവരെ അടക്കി വെച്ച എല്ലാ നിയന്ത്രണങ്ങളും അറ്റുപോയ നിമിഷങ്ങൾക്കൊടുവിൽ ഇരു കരതലങ്ങളാലും മുഖം പൊത്തി അവൾ പിന്തിരിഞ്ഞോടി. ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കൽ അപ്രത്യക്ഷയായിട്ടും നെഞ്ചു പൊട്ടിയുള്ള അവളുടെ കരച്ചിലിന്റെ നേർത്ത ചീളുകൾ അവിടെ മാകെ അലയടിച്ചു കൊണ്ടിരുന്നു. ഒന്നും വേണ്ടായിരുന്നു. ആ പാവം പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു? ഇടനാഴിയിലേക്ക് നോക്കി സാറാ ചേട്ടത്തി വിങ്ങിപ്പൊട്ടി. തെല്ല് നേരം കഴിഞ്ഞ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ദേവസ്യാച്ചായൻ ശബ്ദിച്ചു. എനിക്കും തോന്നുന്നുണ്ട് സാറാമ്മേ, പക്ഷേ എന്റെ മുന്നിൽ വന്ന് നിന്നത് റപ്പായിയാണെന്ന് തോന്നിപ്പോയി, ജോസൂട്ടിയാണെന്ന് തോന്നിപ്പോയി. ദേവസ്യാച്ചായൻ വേച്ച് നടന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടർമാർക്ക് ചുറ്റും ഓട്ടോക്കാർ കൂടി. ഡോക്ടർ, ഞങ്ങളുടെ തങ്കച്ചന്. യൂണിയൻ ചെല്ലപ്പൻ ഡോക്ടർക്ക് പിന്നാലെ എന്നു. ഒന്നും പറയാറായിട്ടില്ല, ഇന്നുകൂടി നമുക്ക് നോക്കാം, ഡോക്ടർ നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ചെല്ലപ്പൻ ചേട്ടാ, 2 ദിവസമായി തങ്കച്ചനി കിടപ്പ് കടന്നിട്ട് ഇതുവരെ ഒരുത്തരെ പോലും പോലീസ് പൊക്കിയിട്ടില്ല. വടിവാളുകുട്ടൻ രോഷം കൊണ്ടു. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടും ചെറുവിരലെങ്കിലും ഞൊട്ടാത്തത് മോശമാ. നാളെ നമ്മക്കാർക്കും ഇത് വരാവുന്നതേ ഉള്ളൂ. ചോദിക്കാൻ ആളില്ലെന്ന് വന്നാൽ ഏതവനും ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ഡ്രൈവറെ കൊല്ലാൻ എളുപ്പമാവില്ലേ? കൂടം ബാബു ആരോടൊന്നില്ലാതെ പറഞ്ഞു. തങ്കച്ചന് ബോധം തെളിയാതെ ആരാണെന്ന് എങ്ങനെ അറിയും? അതുവരെ ക്ഷമിക്കാനും ആവില്ല. ഒടുവിൽ യൂണിയൻ ചെലപ്പൻ എല്ലാരോടുമായി ചോദിച്ചു. ആരാണെന്നറിയാൻ തങ്കച്ചന്റെ നാവ് തന്നെ വേണോന്നില്ല. ശവവണ്ടിയുടെ മകനാ ഇത് ചെയ്യിച്ചതെന്ന് ഈ നാട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം.
അതിന് തെളിവുണ്ട്. എല്ലാവരും കേൾക്കയാ അവൻ തങ്കച്ചനെ കൊല്ലുമെന്ന് പറഞ്ഞത്. തവള തങ്കപ്പൻ മുരണ്ടു. ഒന്ന് പതുക്കെ പറ. നമ്മുടെ പ്രശ്നം ഇവിടെ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. വെറുതെ മറ്റുള്ളവരെ കേൾപ്പിക്കണ്ട. ചെലപ്പം ചേട്ടാ, നാളെ രാവിലെ ജനറൽ ബോഡി വിളിക്കേ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. കുചേലൻ മോഹനൻ അഭിപ്രായപ്പെട്ടു. നാളെ രാവിലെ 9 ജനറൽ ബോഡി വിളിക്കാം. എല്ലാരോടും പറഞ്ഞേക്ക്. യൂണിയൻ ചെലപ്പൻ സമ്മതിച്ചു. അനിയൻ കുഞ്ഞ് ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ ഒറ്റപ്പെട്ടു മാറി നിന്നു. ഓട്ടോ തങ്കച്ചൻ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ ആയിരുന്നു. തങ്കച്ചന്റെ കുടുംബത്തിന്റെ ദുഃഖം അവന്റേതുമായിരുന്നു. ഇടയ്ക്കിടെ കാപ്പിയും ചായയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തിക്കും മക്കൾക്കും അവൻ കൊടുത്തു. അപ്പോഴൊക്കെ ആനി നിറ കണ്ണുകളോടെ അവനെ നോക്കുമായിരുന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഓട്ടോ ഡ്രൈവർമാർ വന്നു പോയിക്കൊണ്ടുമിരുന്നു. അനിയൻ കുഞ്ഞും യൂണിയൻ ചെല്ലപ്പനും സദാസമയം അവിടെ തന്നെ ഇരുന്നു. സന്ധ്യയായി, രാത്രിയായി. യൂണിയൻ ചെല്ലപ്പൻ അവിടെ നിർത്തിയിട്ട് പൊതിച്ചോറ് വാങ്ങാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് അനിയൻ കുഞ്ഞിന്റെ കാതിൽ നേഴ്സിന്റെ ശബ്ദം കേട്ടത്. ആരാ? തങ്കച്ചന്റെ ആൾക്കാർ. അനിയൻ കുഞ്ഞൊരു പെടച്ചിലോടെ തിരിച്ചു വന്നു. നേഴ്സ് ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ തുറന്നു പിടിച്ചു നിൽക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം തങ്കച്ചന്റെ ആൾക്കാരാ. എന്താ സിസ്റ്റർ? യൂണിയൻ ചെലപ്പിന് ഭയമായിരുന്നു. തങ്കച്ചൻ എന്തെങ്കിലും. ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും ഒക്കെ ഉൾത്തേങ്ങലോടെ നീങ്ങി നിന്നു. അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും പെരുമ്പറയായി. തങ്കച്ചന് ബോധം വീണു. നിങ്ങളെയൊക്കെ കാണണമെന്ന്. 2 പേര് വീതം കയറി വാ. നേഴ്സ് അകത്തേക്ക് നടന്നു. സന്തോഷത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അനിയൻ കുഞ്ഞ് യൂണിയൻ ചെല്ലപ്പനെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി. കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവസ്യാച്ചായൻ കണ്ണുമിഴിച്ചു നിന്നു. സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും എന്തിനെന്നറിയാതെ മൂകം കരഞ്ഞു. 5ാം നാവികപ്പടയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് തങ്കച്ചൻ പോലീസിന് മൊഴി കൊടുത്തു. കണ്ടാൽ അറിയാവുന്ന 5-6 ഗുണ്ടകളും കൂടെ ഉണ്ടായിരുന്നത്രേ. തങ്കച്ചൻ നടന്ന സംഭവം അത്രയും പോലീസിനോട് വിശദമായി പറഞ്ഞു. പോലീസുകാരൻ മൊഴിയെടുത്തു പോയി കഴിഞ്ഞപ്പോൾ വടിവാള് കുട്ടൻ അരിശപ്പെട്ടു. ഛേ, ശവവണ്ടിയുടെ മകന്റെ പേര് കൂടി തങ്കച്ചൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പൊക്കി എടുത്തോണ്ട് പോയേനെ. അവന്റെ പത്രാസൊന്ന് കുറഞ്ഞു കിട്ടിയേനെ. ശവവണ്ടി റപ്പായി ഒരു പാഠം പഠിച്ചേനെ. ഓട്ടോക്കാരിൽ പലർക്കും ആ അഭിപ്രായമുണ്ടായിരുന്നു. തങ്കച്ചൻ മൊഴി കൊടുത്തതറിഞ്ഞ 5ാം നാവികപ്പട ഒളിവിലായി. അവർക്ക് വേണ്ടി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോയതോടെ മങ്ങാട്ടുപറമ്പിൽ കുര്യാക്കോസ് മുതലാളിയുടെ കണക്കുകൂട്ടൽ തെറ്റി. തങ്കച്ചന്റെ മൊഴിയിൽ ജോസുകുട്ടിയുടെ പേരില്ലെന്നറിഞ്ഞതും റപ്പായി ചേട്ടൻ വഴിയെ പോകുന്നവരെയൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഏതവനാടാ എന്റെ മോൻ ജോസുകുട്ടി ആ ചെറ്റമുക്കാലി ഡ്രൈവറെ തല്ലിക്കൊന്നതെന്ന് പറഞ്ഞത്? ജോസുകുട്ടി അത് ചെയ്തിരുന്നേ മൊഴി പറയാൻ ഇന്ന് അവൻ ജീവിച്ചിരിക്കത്തില്ലായിരുന്നടാ പരട്ടകളെ. ഞാൻ മുതലാളിയായപ്പോ അപഖ്യാതി പറയുന്നോടാ കഴിവേറികളെ. നീയൊക്കെ ഓർത്തോ, കഞ്ഞി വെക്കാൻ ഗതിയില്ലാതെ വരുമ്പോ നിനക്കൊക്കെ 5 രൂപ നക്കാപ്പിച്ചു തരാൻ ഈ നാട്ടിലൊരു റപ്പായ മുതലാളി ഉള്ളടാ കുഞ്ഞാടുകളെ. അത് കേട്ട് ചിലർ ഒന്നും മിണ്ടാതെ പോകും. മറ്റു ചിലർ തിരിഞ്ഞു നിന്ന് ഉറക്കെ വിളിച്ചു പറയും, റപ്പായ മുതലാളി, ശവവണ്ടി റപ്പായി ഇരുന്നപ്പോ കഞ്ഞി വെക്കാൻ ഞങ്ങളോട് മേടിച്ച കാശെങ്കിലും തിരിച്ചു തന്നാ മതിയേ. അത് കേൾക്കുമ്പോഴേക്കും റപ്പായി ചേട്ടൻ ഇടം വല നോക്കാതെ ഉൾവലിയും. അതോടെ ആ പരിപാടി റപ്പായി ചേട്ടൻ നിർത്തുകയും ചെയ്തു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. തങ്കച്ചായനെ ഒരു നോക്ക് കാണാനുള്ള അടങ്ങാത്ത മോഹവുമായി സൂസന്ന ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. അന്ന് തങ്കച്ചായനെ കാണാൻ പോയതിനു ശേഷം അവൾക്ക് വല്ലാത്ത വിലക്കായിരുന്നു. കുഞ്ഞന്നാമ്മയുടെ കണ്ണുകൾ എപ്പോഴും സൂസന്നയുടെ മേലുണ്ടായിരുന്നു. തങ്കച്ചനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്തുനിന്ന് ശുശ്രൂഷിക്കാനായില്ലെങ്കിലും അവളുടെ മനസ്സെപ്പോഴും അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ജീവൻ തിരിച്ചു തന്നത് കർത്താവിനോട് അവൾ നന്ദി പറഞ്ഞു. തങ്കച്ചൻ അക്രമികളുടെ ക്രൂരമർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജിലായിട്ട് 10 ദിവസം കഴിഞ്ഞു. ഇതേവരെ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് ഡ്രൈവേഴ്സ് മാർച്ചും നടത്താൻ തീരുമാനിച്ചു. 5ാം നാവികപ്പടയുടെ പണത്തിനു മുന്നിൽ കേസ് അന്വേഷണത്തിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വാഹനബന്ദ് നടത്താൻ ടാക്സി, ടെമ്പോ, ലോറി, ബസ് തൊഴിലാളികൾ തീരുമാനിച്ചതോടെ ഓട്ടോ തങ്കച്ചൻ വധശ്രമ കേസ് പുതിയ വഴിത്തിരിവിലേക്കെത്തി. വാഹനബന്ദ് ഒഴിവാക്കാൻ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും വിളിച്ചുകൂട്ടിയ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായുള്ള അനുരഞ്ജന യോഗം അലസിപ്പിരിഞ്ഞു. ചുവരുകളിൽ വാൾ പോസ്റ്ററുകൾ നിരന്നു. രാവിലെ മുതൽ ഒരൊറ്റ വാഹനം ഓടിയില്ല. ടൗണിൽ
വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചു. കൃത്യം 10 മണിയായപ്പോൾ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രകടനം ആരംഭിച്ചു. ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും സായുധ പോലീസ് അകമ്പടി സേവിച്ചു. നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രകടനം മുന്നോട്ട് നീങ്ങി. കളക്ട്രേറ്റ് കവാടത്തിന് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് പ്രകടനക്കാരെ തടഞ്ഞു. ഓട്ടോ ഡ്രൈവർമാർ അക്രമാസക്തരായി. പോലീസ് ജാഗരൂകരായി. യൂണിയൻ ചെല്ലപ്പൻ വീറോടെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. ആയിരങ്ങൾ അത് ഏറ്റുവിളിച്ചു. ഇതിനിടയിൽ ഒരു സംഘം തൊഴിലാളികൾ കല്ലേർ ആരംഭിച്ചു. കല്ലേറിൽ പല സ്ഥാപനങ്ങളും തകർന്നു. തങ്കച്ചന്റെ ചോര വേണ്ടവനൊക്കെ വാടാ നായിന്റെ മക്കളെ! വടിവാളുകുട്ടനും കൂടം ബാബു അലറി. അക്രമാസക്തരായ തൊഴിലാളികളെ ശാന്തരാക്കാനുള്ള പോലീസിന്റെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ചാർജ് ഡിവൈഎസ്പി ആജ്ഞാപിച്ചു. ആജ്ഞ കേട്ടതും പോലീസുകാർ തൊഴിലാളികൾക്ക് നേരെ ലാത്തി വീശി. പക്ഷേ തൊഴിലാളികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ പോവില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! അക്രമാസക്തരായ തൊഴിലാളികൾ അലറി വിളിച്ചുകൊണ്ട് മങ്ങാട്ടുപറമ്പിൽ കുര്യാക്കോസ് മുതലാളിയുടെ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറി. അപ്പോൾ തെരുവിൽ പോലീസും തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. നഗരഹൃദയം ചോരക്കളമായി മാറി. ഓട്ടോ ഡ്രൈവർമാരുടെ പ്രകടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുര്യാക്കോസ് മുതലാളി സ്ഥലം വിട്ടിരുന്നു. എവിടെടാ നായിന്റെ മക്കളെ! നിന്റെയൊക്കെ പീറ മുതലാളിയും തല്ലുകൊള്ളി മകനും പറയടാ! മങ്ങാട്ടുപറമ്പിൽ ജുവലേഴ്സിലും ഫൈനാൻസിയേഴ്സിലുമെല്ലാം ഓട്ടോ ഡ്രൈവർമാർ ഇരച്ചു കയറി. അവരാരും ഇവിടെ ഇല്ല. ദയവ് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ! കുര്യാക്കോസ് മുതലാളിയുടെ ജോലിക്കാർ ഭയന്നു വിറച്ചു. ഇല്ലടാ, വർഗമതമുള്ളവരാ ഓട്ടോക്കാർ. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെയൊക്കെ മുതലാളിമാരെയാ. വടിവാളുകുട്ടൻ ആക്രോശിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം ഡ്രൈവർമാർ തല്ലി തകർത്തു. ഇതിനിടയിൽ ഒരു സംഘം തുണ്ടത്തിൽ ജോസുകുട്ടിയുടെ പുതുതായി പണിതുകൊണ്ടിരുന്ന ഷോറൂം, സ്പിരിറ്റ് ജോമോന്റെ ബ്രാൻഡിക്കടയും ഒക്കെ എറിഞ്ഞു തകർത്തു. ഈ സമയം വഴിയിൽ പോലീസുകാർ ഓട്ടോക്കാർക്ക് നേരെ ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. ലാത്തി ചാർജിൽ ഒട്ടനവധി പേർക്ക് പരിക്കേറ്റു. ഓടി രക്ഷപ്പെട്ട ഓട്ടോക്കാർ സംഘം ചേർന്ന് പോലീസിന് നേരെ കല്ലേറ് നടത്തി. കല്ലേറിൽ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. നിമിഷ നേരം കൊണ്ട് ടൗണിലെ കടകമ്പോളങ്ങൾ അടച്ച് ആളുകൾ സ്ഥലം വിട്ടു. നഗരഹൃദയത്തിൽ തകർന്ന ഓട്ടോറിക്ഷകൾ നിരനിരയായി കിടന്നു. ഒടുവിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. പ്രകടനക്കാർ ശാന്തരായി പിരിഞ്ഞു പോകാനുള്ള ഉയർന്ന പോലീസ് മേധാവികളുടെ അഭ്യർത്ഥന ആരും ചെവിക്കൊണ്ടില്ല. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല, തൊഴിലാളികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. തൊഴിലാളികൾ പിരിഞ്ഞു പോകില്ലെന്ന് വീണ്ടും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്താൻ കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറായി. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 24 മണിക്കൂറിനുള്ളിൽ ഓട്ടോ തങ്കച്ചനെ വധിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മൈക്രോഫോണിലൂടെ പ്രഖ്യാപിച്ചു. ഓട്ടോ ഡ്രൈവർമാർ കരഘോഷത്തോടെ ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. അന്ന് രാത്രി തന്നെ 5ാം നാവികപ്പടയെയും 2-3 ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ജെയ്സൺ കുര്യാക്കോസ് അടക്കമുള്ള പ്രതികളെ കോടതി 7 ദിവസം റിമാൻഡ് ചെയ്തു. മങ്ങാട്ടുപറമ്പിൽ കുര്യാക്കോസ് മുതലാളിക്ക് അത് കനത്തൊരടിയായിരുന്നു. കുറെ ഓട്ടോ ഡ്രൈവർമാരുടെ മുന്നിൽ താൻ തോറ്റിരിക്കുന്നു. അയാൾ വെടിയേറ്റ മൃഗത്തെ പോലെ മുറിക്കുള്ളിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. റപ്പായി ചേട്ടനും കുഞ്ഞന്നാമ്മയും വീട് പണിയേക്കാൾ ശ്രദ്ധിച്ചത് തങ്കച്ചന്റെ വിവരങ്ങൾ അറിയാനും ദേവസ്യാച്ചായന്റെ വീട്ടിലെ ദാരിദ്ര്യം അറിയാനുമായിരുന്നു. ഇരുവരും രാവിലെ മുതൽ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കും. വഴിയെ പോകുന്നവരോടൊക്കെ അവർ തിരക്കും. തങ്കച്ചൻ എങ്ങനെ രക്ഷപ്പെടുമോ അതോ ചത്തുപോകുമോ? അത് കേട്ട് ചിലർ നെറ്റി ചുളിച്ചു പോകും. മറ്റു ചിലർ അമർഷത്തോടെ തിരിഞ്ഞു നിൽക്കും. എന്തിനാ റപ്പായി ചേട്ടാ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ പറയണത്? തങ്കച്ചന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, കൂടിയാൽ 2 ആഴ്ച, അത് കഴിഞ്ഞാൽ സുഖമായിട്ട് വീട്ടിലേക്ക് പോരാം. അത് കേൾക്കുമ്പോൾ റപ്പായി ചേട്ടന് കലി വരുമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ദുഃഖം അഭിനയിക്കും. അതുകൊണ്ടല്ല കൊച്ചുകുഞ്ഞെ, ദേവസ്യാച്ചായന്റെ വീട്ടിലെ സ്ഥിതി ഓർത്ത് ചോദിച്ചതാ. കുറച്ചു ദിവസമായിട്ട് അവന്റെ വീട് പട്ടിണിയിലാണെന്ന് പറയണ കേട്ടു. റപ്പായി ചേട്ടൻ കരുതുന്ന പോലെ ദേവസ്യാച്ചായന്റെ വീട്ടിൽ പട്ടിണിയൊന്നുമില്ല. ഇപ്പൊ ആരുടെ സഹായം അവർക്ക് വേണ്ട. അതും പറഞ്ഞ് കൊച്ചുകുഞ്ഞ് ഈർഷ്യത്തോടെ നടക്കാൻ തുടങ്ങി. കുഞ്ഞന്നാമ്മ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, അതെങ്ങനാ പട്ടിണിയാകുന്നത്? ദേവസ്യാച്ചായന് കാണാൻ കൊള്ളാവുന്ന 2 പെൺമക്കളല്ലേ ഉള്ളത്. ആരെയും കണ്ണും കാലും കാണിച്ച് കാശ് പിടിക്കാൻ 2ഉം കേമികളാണല്ലോ. ഇവളുമാരുള്ളത് കൊണ്ടല്ലേ ഓട്ടോക്കാര് ചക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ ആശുപത്രിയിൽ തമ്പടിച്ചിരിക്കുന്നത്. മനുഷ്യപ്പറ്റില്ലാത്ത വർഗം. കൊച്ചുകുഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നടന്നകന്നു. സൂസന്ന
അകത്തു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. ദാനം കിട്ടിയ പണത്തിന്റെ ഹുങ്കിൽ ഇവരൊക്കെ മനസ്സ് കരിങ്കല്ലാക്കിയിരിക്കുന്നു. അവൾ വല്ലാത്ത ആത്മവേദനയാൽ പിടഞ്ഞു. തങ്കച്ചായനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. പക്ഷേ തനിക്ക് അവിടെയും പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. തങ്കച്ചായന്റെ ചാച്ചൻ ഈ കുടുംബത്തോടൊപ്പം തന്നെയും വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നിറങ്ങിയാൽ ആ വീട്ടിലെങ്കിലും തനിക്ക് അഭയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും തകർന്നിരിക്കുന്നു. തങ്കച്ചായനും തന്നെ വെറുത്തിട്ടുണ്ടാകുമോ? അതോർത്തപ്പോൾ ഇടനെഞ്ച് പൊട്ടിപ്പിളരുന്നത് പോലെ സൂസന്നയ്ക്ക് തോന്നി. അറിയാതെ അവളുടെ കണ്ണുകൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. കുഞ്ഞന്നാമ ആരെയൊക്കെയോ ശപിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും സൂസന്ന മുഖം തിരിച്ചു കളഞ്ഞു. റപ്പായ ചേട്ടൻ വേഷം മാറി പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞന്നാമച്ചിയെ, ഇവിടെ ആരുമില്ലേ? മുറ്റത്ത് ആരുടെയോ വിളിയച്ച കേട്ടാണ് സൂസന്ന പുറത്തേക്ക് ഇറങ്ങിയത്. മുറ്റത്ത് വെളുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പരദൂഷണം പെണ്ണമ്മയെ കണ്ടപ്പോൾ സൂസന്നയ്ക്ക് വെറുപ്പാണുണ്ടായത്. നാട്ടിലുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പരദൂഷണം പറഞ്ഞു നടക്കുന്ന പെണ്ണമ്മയ്ക്ക് നാട്ടുകാരിട്ട പേരാണ് പരദൂഷണം പെണ്ണമ്മ. ലോട്ടറി കിട്ടിയതിനു ശേഷമാണ് പെണ്ണമ്മ കുഞ്ഞമ്മയുമായി ലോഹി സ്ഥാപിച്ചത്. സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ കയറി ഇറങ്ങാനാണ് പെണ്ണമ്മയ്ക്ക് താല്പര്യം. എന്തെങ്കിലും പരദൂഷണം പറഞ്ഞ് 10 രൂപ കാശ് കൈമടക്ക് വാങ്ങണമെങ്കിൽ ഉള്ളവന്റെ അടുത്ത് ചെല്ലണമെന്ന് പെണ്ണമ്മയ്ക്ക് അറിയാം. എന്തെങ്കിലും കോളുമായിട്ടാണ് പെണ്ണമ്മ വന്നിരിക്കുന്നതെന്ന് സൂസനയ്ക്കും അറിയാം. സൂസി മോളെ, അമ്മച്ചി അകത്തുണ്ടോ? പരദൂഷണം പെണ്ണമ്മ ലോഹ്യം നടിച്ചുകൊണ്ട് ചോദിച്ചു. പണ്ടൊക്കെ എടി സൂസനെ എന്ന് വിളിച്ചവളാണ് ഇപ്പോൾ സൂസി മോളെ എന്ന് വിളിക്കുന്നത്. അവൾ പുച്ഛത്തിൽ മുഖം വെട്ടിച്ചു. അപ്പോഴേക്കും കുഞ്ഞന്നാമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, ഇതാര്? പെണ്ണമ്മയോ? 3-4 ദിവസം ഇതുവഴി കണ്ടിട്ടേ ഇല്ലല്ലോടി പെണ്ണമ്മേ. കുറച്ചു ദിവസം പിടിപ്പത് പണിയായിരുന്നു കുഞ്ഞന്നാമ്മച്ചി. ഇപ്പൊ ഇച്ചിരി സമയം കിട്ടിയപ്പോ ഞാൻ ഓടി വരുമല്ലായിരുന്നോ? പെണ്ണമ്മ ചിരിച്ചു. നിന്നെ കാണാഞ്ഞപ്പോ ഞാൻ ഓർത്തു ഞങ്ങൾ വലിയ വീട് വെക്കുന്നത് കണ്ട് ദേവസ്യാച്ചായന്റെ പെണ്ണുമ്പിള്ളെ പോലെ നിനക്കും അസൂയ തുടങ്ങിയെന്ന് കുഞ്ഞന്നാമ്മ ചോദിച്ചു. അയ്യോ എന്റെ കുഞ്ഞന്നാമ്മച്ചി, ഈ പെണ്ണമ്മയ്ക്ക് അസൂയയോ? അവൾ പരിഭവം നടിച്ചു. നീ വാ പെണ്ണമ്മേ, നമുക്ക് അകത്തോട്ടിരിക്കാം. കുഞ്ഞന്നാമ്മ പെണ്ണമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ച് അകത്തേക്ക് നടന്നു. അമ്മച്ചിയും പരദൂഷണം പെണ്ണമ്മയും ഉടനെ ഒന്നും സംസാരം നിർത്തില്ലെന്ന് അറിഞ്ഞതും സൂസന്ന വഴിയിലേക്ക് കണ്ണു നട്ട് മുറ്റത്ത് നിന്നു. പരിചയക്കാരെങ്കിലും വന്നിരുന്നെങ്കിൽ തങ്കച്ചായന്റെ വിവരങ്ങൾ അറിയാമായിരുന്നു. ഇനിയെങ്കിലും തങ്കച്ചായനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയാതെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. വർദ്ധിച്ച ഹൃദയ നൊമ്പരത്തോടെ വഴിയിലേക്ക് നോക്കി നിൽക്കെ അങ്ങേ തലയ്ക്കൽ സാറാ ചേട്ടത്തി ഷൈനിയും വരുന്നത് കണ്ടു. സൂസന്ന ഇടർന്ന കാലടികളോടെ മുറ്റത്തിന്റെ ഇറമ്പത്തേക്ക് ഓടിയിറങ്ങി. അവർ അടുത്തെത്തിയതും സൂസന്ന മെല്ലെ വിളിച്ചു. സാറാമച്ചി. മുന്നോട്ട് നടന്ന സാറാ ചേട്ടത്തിയും ഷൈനിയും തിരിഞ്ഞു നിന്നു. സൂസന്ന വഴിയിലേക്ക് ഇറങ്ങി നിന്നു. സാറാ ചേട്ടത്തിക്ക് ഭയമായിരുന്നു. കുഞ്ഞന്നമ്മയോ റപ്പായ ചേട്ടനോ ഇത് വല്ലതും കണ്ടാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. തങ്കച്ചായന് കുറവുണ്ടോ സാറാമച്ചി? ഒരു കരച്ചിൽ പോലെ അവൾ ചോദിച്ചു. സാറാ ചേട്ടത്തി നിശബ്ദം നിന്നതേ ഉള്ളൂ. തന്റെ മകന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി വരേണ്ട പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ സാറാ ചേട്ടത്തിക്ക് വിങ്ങലുണ്ടായി. പറ സാറാമച്ചി, എന്റെ തങ്കച്ചായന് കുറവുണ്ടോ? എണീറ്റ് നടക്കുമോ? ഒന്ന് പറയ് സാറാമച്ചി, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാ. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാ. അവളുടെ സ്വരം നേർത്തു വന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവൾ കരയുന്നത് കണ്ടപ്പോൾ സാറാ ചേട്ടത്തിക്ക് സങ്കടമായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ, ഇന്നലെ മുതല് നടക്കാനൊക്കെ തുടങ്ങി. മോള് സമാധാനപ്പെട്, കർത്താവ് കൂട്ടിനുണ്ടെന്ന് കരുതിയാ മതി. സാറാ ചേട്ടത്തി ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. പിന്നെ പരിസരമാകെ വീക്ഷിച്ചിട്ട് തുടർന്നു. മോള് പോയിക്കോ. റപ്പായ ചേട്ടനും കുഞ്ഞന്നാമ്മയും കണ്ടാൽ ഞങ്ങളുടെ തലയിൽ തീ കോരിയിടും. ചാച്ചനോട് പറയണേ എന്നെ വെറുക്കരുതെന്ന്. കുറച്ച് കാശ് കയ്യിൽ കിട്ടിയപ്പോ ഇവിടെ ഉള്ളവർക്ക് തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുക. കാശിന്റെ തിളക്കത്തിൽ ഈ സൂസന്നയുടെ മനസ്സ് മാത്രം മാറില്ലെന്ന്. സൂസന്ന നിറഞ്ഞൊഴുകിയ കണ്ണുകൾ സാരിത്തലപ്പ് കൊണ്ട് ഒപ്പി. അന്ന് ചാച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സങ്കടം കൊണ്ടാ മോളെ. മോളൊന്നും കാര്യാക്കണ്ട. ചാച്ചന് നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഞങ്ങൾക്കെല്ലാം നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. സാറാ ചേട്ടത്തി നടക്കാൻ തുടങ്ങി. സൂസന്ന 1-2 ചുവട് പിന്നാലെ ചെന്നു. തങ്കച്ചായനെ കാണണമെന്നും അടുത്തിരുന്ന് പരിചരിക്കണമെന്നും ഒക്കെ ഒത്തിരി ആശയുണ്ട്. എന്റെ അവസ്ഥ സാറാമച്ചിക്ക് അറിയരുതോ? തങ്കച്ചായനോട് പറയണം ഞാൻ വന്നില്ലെങ്കിലും നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഹൃദയത്തിൽ നിന്ന് ചിതറി വീണ തേങ്ങൽ വാക്കുകളെ വിഴുങ്ങി. സാറാ ചേട്ടത്തി ഷൈനിയും നടന്നു നീങ്ങിയതും സൂസന്ന പിന്തിരിഞ്ഞു. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു.
ആരുടെയെങ്കിലും സഹായത്തോടെ തങ്കച്ചൻ എഴുന്നേൽക്കാനും ആശുപത്രി വരാന്തയിലൂടെ അല്പം നടക്കാനും തുടങ്ങി. എങ്കിലും എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടിയിരുന്നതിനാൽ ദേവസ്യാച്ചായൻ ആശുപത്രിയിൽ തന്നെയായിരുന്നു. അനിയും കുഞ്ഞും സദാസമയം തങ്കച്ചന്റെ അടുത്ത് തന്നെയായിരുന്നു. മങ്ങാട്ടുപറമ്പിൽ ജെയ്സൺ കുര്യാക്കോസും സംഘവും റിമാൻഡിലായതോടെ ഓട്ടോ ഡ്രൈവർമാർക്ക് വർദ്ധിച്ച സന്തോഷമായി. അവർ സമയം കിട്ടുമ്പോഴൊക്കെ തങ്കച്ചന്റെ അടുത്ത് വന്നിരിക്കും. തങ്കച്ചന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. തങ്കച്ചൻ സുഖം പ്രാപിച്ചു വരുന്നതിൽ അവർ ഏറെ സന്തോഷിച്ചു. അന്നും കൂട്ടുകാരൊക്കെ തങ്കച്ചന്റെ കിടക്കയ്ക്ക് അരികിലിരുന്ന് വെടി പറയുകയായിരുന്നു. തുരുത്തേലച്ചൻ വാർഡിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോഴേ അവരൊക്കെ എഴുന്നേറ്റു. ദേവസ്യാച്ചായൻ ബഹുമാനത്തോടെ തുരുത്തേലച്ചന്റെ അടുത്ത് ഓടിയെത്തി. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, അച്ഛൻ നടക്കുന്നതിനിടയിൽ ചോദിച്ചു. തങ്കച്ചൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയതല്ലച്ചോ. കർത്താവിന്റെ കൃപ കൊണ്ട് ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, ദേവസ്യാച്ചായൻ വിനയത്തോടെ പറഞ്ഞു. തങ്കച്ചൻ മെല്ലെ കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അനിയൻ കുഞ്ഞ് താങ്ങി പിടിച്ചു കട്ടിലിന്റെ ക്രാസിൽ തല ഉയർത്തി വെച്ച് കിടത്തി. കിടന്നോടാ തങ്കച്ച, തുരുത്തേലച്ചൻ അവന്റെ അടുത്ത് ചെന്ന് നിന്നു. തങ്കച്ചന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ അച്ഛന് പ്രയാസമായി. സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും തെല്ലുമാറി നിന്നു. ഏതായാലും നിന്നെ ഇങ്ങനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം, അച്ഛൻ മൃദുസ്വരത്തിൽ പറഞ്ഞു. തങ്കച്ചൻ വെറുതെ അച്ഛനെ നോക്കി കിടന്നതേ ഉള്ളൂ. തുരുത്തേലച്ചൻ തുടർന്നു. ഇനി നീ വളരെ സൂക്ഷിക്കണം മോനെ. നിനക്ക് ചുറ്റും ശത്രുക്കൾ ഏറെ ഉണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കണം. ഇവിടെ നിന്നിറങ്ങിയാൽ പഴയതൊക്കെ മറന്ന് പുതിയൊരാളായി ജീവിക്കണം. പണ്ട് പള്ളിക്കയറിൽ പാടുന്ന ദൈവഭയമുള്ള എല്ലാവർക്കും മാതൃകയായ ആ പഴയ തങ്കച്ചനായി. തുരുത്തേലച്ചന്റെ സ്വരമിടറി. തങ്കച്ചൻ ആയാസപ്പെട്ട് തല ഒന്നുകൂടി ക്രാസിയിലേക്ക് ഉയർത്തി വെച്ചു. പിന്നെ മെല്ലെ ശബ്ദിച്ചു. ഇനി ആ പഴയ തങ്കച്ചനാകാൻ എനിക്ക് കഴിയില്ലച്ചോ. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ പുതിയൊരു തങ്കച്ചനായിട്ട് തന്നെയാ, ഓട്ടോ തങ്കച്ചനായിട്ട്. ചോരയ്ക്ക് ചോരയും ജീവന് ജീവനും മന്ത്രണം പോലെ സദാ ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന തെരുവിലെ ചട്ടമ്പികളെ പോലെയുള്ള ഒരു ഓട്ടോ തങ്കച്ചനായിട്ട്. എടാ മോനെ തങ്കച്ച, തുരുത്തേലച്ചന് ഒന്നും മനസ്സിലായില്ല. തങ്കച്ചന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. ഒരിക്കൽ കൊലക്കത്തി കയ്യിലെടുത്തവൻ പിന്നീട് താഴെ വെക്കരുതായിരുന്നച്ചോ. 4 പേരെ കാണുകെ ഇടയ്ക്കിടെ ആ കൊലക്കത്തി രാഗി മൂർച്ച കൂട്ടണമായിരുന്നു. ശത്രുക്കൾ കാണുകെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ കൊലക്കത്തിയും പിടിച്ച് തെരുവിലൂടെ കൊലവിളി നടത്തണമായിരുന്നു. ഒരിക്കൽ റൗഡിയുടെയും കൊലപാതകയുടെയും കുപ്പായമിട്ടവര് പിന്നീട് അത് ഊരിവെച്ച് നടക്കുന്നത് അപകടമാ. ഇപ്പോഴാ എനിക്കത് മനസ്സിലായത്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒത്തിരി വൈകിപ്പോയെങ്കിലും ഇനി അത് ഉണ്ടാവില്ലച്ചോ. ഓട്ടോ തങ്കച്ചന് ശത്രുക്കൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ കൊലക്കത്തി രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടെ കൊലവിളി നടത്തിക്കൊണ്ടുമിരിക്കണം. അല്ലെങ്കിൽ എന്റെ പെങ്ങന്മാർക്ക് അവരുടെ തങ്കച്ചായം നഷ്ടപ്പെടും. തങ്കച്ചൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടെന്നോണം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തുരുത്തേലച്ചൻ അവിശ്വസനീയതയോടെ തങ്കച്ചനെ തുറച്ചു നോക്കി. മോനെ തങ്കച്ച, വിറയാർന്ന ശബ്ദം കേട്ടപ്പോൾ തങ്കച്ചൻ തുരുത്തേലച്ചന് നേരെ മിഴിതിരിച്ചു. വേണ്ട തങ്കച്ച, ഒന്നും വേണ്ട. കൊലക്കത്തിയും പിടിച്ച് കൊലവിളി നടത്തി തെരുവിലൂടെ അട്ടഹസിച്ച് നടക്കുന്ന ഒരുത്തനായി നിന്നെ എനിക്ക് കാണാനാവില്ല. തുരുത്തേലച്ചനൊന്ന് നിർത്തിയിട്ട് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. നീ ഒരു തെറ്റ് ചെയ്തു. ആ പാപം കഴുകിക്കളയാൻ വീണ്ടും തെറ്റുകളല്ല മോനെ ചെയ്യേണ്ടത്. ശത്രുക്കൾ ആരുമില്ലാത്ത വികാരി അച്ഛന് ക്ഷമയെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയാം, പ്രസംഗിക്കാം. പക്ഷേ ശത്രുക്കൾ എന്റെ ചോരയ്ക്കും എന്റെ അനുജത്തിമാരുടെ മാനത്തിനും വേണ്ടി ചുറ്റും നിന്ന് കടിപിടി കൂട്ടുമ്പോൾ ഓട്ടോ തങ്കച്ചന് തിരുവചനങ്ങളെക്കാൾ വലുത് സ്വന്തം ജീവനാ, അനിയത്തിമാരുടെ മാനമാ. തുരുത്തേലച്ചന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ താൻ ഇടവകയിലുള്ള പലർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നല്ലവനായ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ചെകുത്താനെ പോലെ സംസാരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അച്ഛന് വല്ലാത്ത സങ്കടം തോന്നി. ദേവസ്യാച്ചായൻ നെഞ്ചു തടവി ചുവരിൽ ചാരി നിന്നു. സാറാ ചേട്ടത്തിയും ആനയും മൂകം കരഞ്ഞു. ആകെയുള്ള താങ്ങും തണലും തങ്ങൾക്ക് നഷ്ടപ്പെടുകയാണോ? വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മണിമുഴക്കമാണോ തങ്കച്ചന്റെ വാക്കുകൾ? മോനെ തങ്കച്ച, ഇങ്ങനെയൊന്നും പറയാതടാ മോനെ. ഇതൊന്നും കേൾക്കാനുള്ള മനക്കെട്ടി എനിക്കില്ലടാ. സാറാ ചേട്ടത്തി ഒരു കുതിപ്പിൽ അവന്റെ അടുത്തെത്തി വിങ്ങിപ്പൊട്ടി. അമ്മച്ചി പേടിക്കണ്ട, ആയുധം താഴെ വെച്ച തങ്കച്ചനെ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനാവും. ഇപ്പൊ ദൂരെ എറിഞ്ഞ ആയുധം എടുത്തോണ്ട് നിൽക്കുന്നവനാ ഓട്ടോ തങ്കച്ചൻ. ഇനി ഒരു പട്ടിക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. തങ്കച്ചൻ കൈ നീട്ടി സാറാ ചേട്ടത്തിയുടെ കണ്ണീരൊപ്പി. അപ്പോഴേക്കും ആനയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു.
അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുവെന്നറിഞ്ഞതും അവൾ പെട്ടെന്ന് വായി പുത്തി. തങ്കച്ചൻ അവളെ ഒന്ന് നോക്കി. പിന്നെ ആ നോട്ടം സാറാ ചേട്ടത്തിയിലും തുരുത്തേലച്ചനിലും മാറി മാറി പതിച്ചു. ഇവിടെ എന്റെ അടുത്ത് വരുന്ന അവളെ പോലും ആളുകൾ വെറുതെ വിടുന്നില്ല. എന്റെ പെങ്ങള് ഓട്ടോക്കാരോടൊപ്പം ലോഡ്ജുകളിൽ പോയി കിട്ടുന്ന കാശ് കൊണ്ടാ പട്ടിണി കൂടാതെ ജീവിക്കുന്നെന്നാ തുണ്ടത്തിൽ റപ്പായും പെണ്ണും പിള്ളയും പറഞ്ഞു നടക്കുന്നത്. ഇനി എന്റെ പെങ്ങളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. അവർക്കും ഒരു മകളില്ലേ, കളക്ടറെ കൊണ്ട് കെട്ടിക്കാനുള്ള നേർച്ച പെണ്ണ്. അവളെ പിഴപ്പിച്ച് തന്തയുടെയും തള്ളയുടെയും മുന്നിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. അവനൊന്ന് നിർത്തിയിട്ട് മുഖമുയർത്തിയതും ഉള്ളൊന്ന് പിടഞ്ഞു. വാർഡിലൂടെ നടന്നു വരുന്ന സൂസന്ന മറ്റുള്ളവരും അവളെ കണ്ടു. ദേവസ്യാച്ചായനെ കണ്ടതും സൂസന്ന പാദങ്ങളിൽ ചങ്ങലക്കെട്ട് വീണതുപോലെ നിശ്ചലം നിന്നു. ഭയപ്പാടോടെയുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ തുരുത്തേലച്ചൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, സൂസന്ന പാപമാണ്, മാലാഖയെ പോലെ പരിശുദ്ധയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് ആ പാവം പെണ്ണിനെ ശിക്ഷിക്കരുത്. അവളുടെ കണ്ണീര് വീണാൽ പോലും കർത്താവ് പൊറുക്കില്ല. ദേവസ്യാച്ചായൻ സൂസന്നെ ഒന്ന് നോക്കിയിട്ട് വരാന്തയിലേക്ക് ഇറങ്ങി നടന്നു. തങ്കച്ച, ഞാൻ പിന്നെ വരാം. അതും പറഞ്ഞ് തുരുത്തേലച്ചൻ ഒന്ന് രണ്ട് ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. തങ്കച്ച, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദാ ഉരുകിയ മനസ്സുമായാ നിൽക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പെണ്ണ. നിനക്ക് കഴിയുമെങ്കിൽ അവൾക്കല്പ സാന്ത്വനം കൊടുക്കു തങ്കച്ച, നിനക്ക് പുണ്യം കിട്ടും. തുരുത്തേലച്ചൻ നടന്നു. സൂസന്നയ്ക്ക് അടുത്തെത്തിയതും അച്ഛൻ ഒന്ന് നിന്നു. മിഴികളിൽ നിന്ന് ഹൃദയരക്തം പോലെ നീർമുത്തുകൾ കുലം കുത്തി ഒഴുകുകയാണ്. മോളെ സൂസന്നെ, തുരുത്തേലച്ചൻ മൃദുസ്വരത്തിൽ വിളിച്ചു. അവൾ മെല്ലെ മുഖമുയർത്തി. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ കഷ്ടതകളെ നേരെയാക്കുമെന്ന് നീ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ചെല്ല്. തുരുത്തേലച്ചൻ നടന്നു നീങ്ങി. തങ്കച്ചന്റെ അടുത്തേക്ക് വന്ന അനിയൻ കുഞ്ഞ് അവിടെ നിന്നവരോടായി പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം പുറത്തു നിൽക്കാം. അനിയൻ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ മറ്റുള്ളവരും. സാറാ ചേട്ടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തങ്കച്ചനെ ഓർമ്മിപ്പിച്ചു, അവളെ കരയിക്കരുത്, അവൾ പാവമാ. തങ്കച്ചൻ സൂസന്നെ തന്നെ നോക്കി കിടന്നതേ ഉള്ളൂ. സൂസന്ന ഏറെ നേരം അവന് നോക്കി നിന്നു. പിന്നെ മെല്ലെ അവന്റെ അടുത്തേക്ക് ചെന്നു. തങ്കച്ചായ. അവൾ അവന്റെ അടുത്ത് ചെന്ന് തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവൻ ശബ്ദിച്ചില്ല. വെറുതെ അവളെ നോക്കിക്കിടന്നു. ഇത്രയും ദിവസം വരാതിരുന്നതിന് എന്നോട് പിണങ്ങരുതേ തങ്കച്ചായ. ഒന്ന് കാണാൻ എത്ര കൊതിച്ചതാ. ഇപ്പോഴാ എനിക്കതിന് കഴിഞ്ഞത്. ഇപ്പോഴാ. അവൾ നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞു. ആ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ തങ്കച്ചനെ കണ്ടു നിൽക്കാനായില്ല. അരുതേ എന്ന് അവൻ തലയിളക്കി അപേക്ഷിച്ചു. പക്ഷേ പരിസരം പോലും അവൾ മറന്നു. കരച്ചിലിന് ശക്തിയേറി വന്നപ്പോൾ അവൻ വിലക്കി. കരയരുത് സൂസന്നെ, ഇത് ഹോസ്പിറ്റലാ, മറ്റുള്ളവർ കാണും. അവന്റെ കണ്ണുകളും അറിയാതെ നനഞ്ഞു. ഇല്ല തങ്കച്ചായ, ഇതിനേക്കാളൊക്കെ ഒത്തിരി വിഷമവും സങ്കടവും ഒക്കെ സഹിച്ച ഞാൻ അവിടെ കഴിയുന്നത്. തങ്കച്ചായൻ ഈ നിലയിലാണെന്നറിഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച വേദന, ഞാൻ ഒഴുക്കിയ കണ്ണീര്, നെഞ്ചു പൊട്ടിയെന്ന് കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവളാ തങ്കച്ചായ ഞാൻ. തങ്കച്ചൻ നനഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. സൂസനെ മറക്കാനും വെറുക്കാനും കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് സത്യം അവൻ അറിഞ്ഞു. അവൾ സാരിത്തുലെ പേർത്തി കണ്ണു തുടച്ചു. തങ്കച്ചായനറിയോ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പച്ചനും അമ്മച്ചിയും ജോസൂട്ടിയും വീട്ടിലില്ലാത്തത് കൊണ്ടാ. പുതിയ വീട്ടിലേക്കുള്ള കയറി താമസം നാടടച്ചു വിളിക്കാൻ അവരൊക്കെ പോയിരിക്കുക. ചെറ്റക്കുടിലിന് പകരം 2 നില മാളികയാ പണിതിരിക്കുന്നത്. പുതിയ വീട്ടിൽ താമസം തുടങ്ങിയാൽ എന്റെ ദുരിതവും കൂടും തങ്കച്ചായ. ഉടനെ എന്റെ കല്യാണം നടത്തണമെന്നാ അവരൊക്കെ വാശി പിടിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് എന്റെ കഴുത്തിൽ ഒരു മിന്നി കെട്ടുവോ തങ്കച്ചായ? ചില്ല് പാത്രം നിലത്ത് വീണുടയും പോലെ ആ സ്വരം ചെലമ്പിച്ചിരുന്നു. തങ്കച്ചനിൽ ചെറിയൊരു നടുക്കമുണ്ടായി. പറ തങ്കച്ചായ, സ്വർണമാല വേണമെന്ന് ഞാൻ ശടിക്കില്ല. സ്വർണ്ണ കസവുള്ള മന്ത്രകോടിയും വേണ്ട. കറുത്ത ചരടിൽ ചെറിയൊരു താലി മതി. തങ്കച്ചായന്റെ ഭാര്യയാണെന്നുള്ള ഒരു അവകാശത്തിന്. അതിനു വേണ്ടി മാത്രം. അവൾ തങ്കച്ചന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. സാന്ത്വനത്തിനായി, ആത്മധൈര്യത്തിനായി. ഒരാഴ്ച കൂടി കടന്നുപോയി. പരസഹായം കൂടാതെ എഴുന്നേൽക്കാനും മെല്ലെ നടക്കാനും തുടങ്ങിയപ്പോൾ തങ്കച്ചൻ ദേവസ്യാച്ചായനോടും ആനയോടുമായി പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങളിങ്ങനെ ഇവിടെ എല്ലാരും കൂടി നിൽക്കണമെന്നില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ചാച്ചനും ആനയും ജോലിക്ക് പോയിക്കോ. അനിയും കുഞ്ഞിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. ഞാനത് നേരത്തെ പറയാനിരുന്നതാ. പകല് ഞങ്ങളൊക്കെ മാറി മാറി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ സാറാമ്മച്ചിയും കൂട്ടിനുണ്ടല്ലോ. ഇനി മുതൽ രാത്രിയിൽ സാറാമ്മച്ചി ഇവിടെ നിൽക്കണമെന്നില്ല. ഞാൻ കുറച്ചു നേരത്തെ ഓട്ടം നിർത്തി വന്നാൽ മതിയല്ലോ.
അതുകൊണ്ട് ചാച്ചൻ നാളെ മുതൽ ലോട്ടറി വിൽക്കാൻ പോയിക്കോ. കിട്ടിയ പണി ആനി കളയണ്ട. രാവിലെ ടെലിഫോൺ ബൂത്തിൽ പോയിക്കോ. ഇത്രയും നാൾ തങ്കച്ചന്റെ കൂട്ടുകാരുടെ ദയ കൊണ്ടാണ് പട്ടിണിയില്ലാതെ കഴിഞ്ഞത്. ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് ആനിക്കും തോന്നി. ദേവസ്യാച്ചായന് തങ്കച്ചന്റെ അടുത്ത് നിന്ന് പോകാൻ മടിയായിരുന്നു. ആനി കൂടി നിർബന്ധിച്ചപ്പോൾ പിറ്റേ ദിവസം മുതൽ ദേവസ്യാച്ചായൻ ലോട്ടറി വിൽപ്പനയ്ക്ക് പോയി തുടങ്ങി. ആനിയും രാവിലെ ആശുപത്രിയിൽ വന്ന് തങ്കച്ചനെ കണ്ടിട്ട് ടെലിഫോൺ ബൂത്തിലേക്ക് പോകും. സന്ധ്യയ്ക്ക് മുമ്പേ ദേവസ്യാച്ചായൻ ലോട്ടറി വിൽപ്പന നിർത്തി ആനിയും കൂട്ടി മടങ്ങും വഴി തങ്കച്ചന്റെ അടുത്ത് കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. രാത്രിയിൽ കൂട്ടു നിൽക്കണ്ടെന്ന് സാറാ ചേട്ടത്തിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും സമ്മതിക്കാത്തത് കൊണ്ട് തങ്കച്ചൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അനിയും കുഞ്ഞും രാത്രി മുഴുവൻ തങ്കച്ചന് കൂട്ടിരിക്കും. അവർ തങ്കച്ചനും കുടുംബത്തിനും വല്ലാത്തൊരു സഹായമായിരുന്നു. പലപ്പോഴും തങ്കച്ചൻ അവനോട് പറയും, എടാ അനിയൻ കുഞ്ഞെ, ഞാൻ ഈ കടമൊക്കെ എങ്ങനെയാടാ വീട്ടുന്നത്? നീ എനിക്ക് വേണ്ടി എത്രയാടാ കഷ്ടപ്പെടുന്നത്? ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഈ കടമൊക്കെ തീർക്കാൻ പറ്റുവോടാ? എന്നെങ്കിലും ഒരിക്കൽ പലിശ സഹിതം നിന്നോട് ഞാൻ മേടിച്ചോളാം. അനിയൻ കുഞ്ഞ് ചിരിക്കും. ദിവസങ്ങൾ കഴിയവേ തങ്കച്ചൻ പൂർണ്ണ ആരോഗ്യവാനായി. തങ്കച്ചന് നാളെ പോകാം, നേഴ്സ് അറിയിച്ചു. തങ്കച്ചന് സന്തോഷമടക്കാനായില്ല. ആശുപത്രി ജീവിതം നരക ജീവിതം എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അന്ന് സന്ധ്യയ്ക്ക് ശേഷം ദേവസ്യാച്ചായനും ആനിയും വന്നപ്പോൾ സാറാ ചേട്ടത്തി പറഞ്ഞു, നാളെ നമുക്ക് വീട്ടിൽ പോകാം, തങ്കച്ചനെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. അത് കേട്ടപ്പോൾ ദേവസ്യാച്ചായന് ഒരു ഉൾക്കിടിലമുണ്ടായി. നാളെ തന്നെ പോണോടാ, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരെ? ദേവസ്യാച്ചായൻ തളർച്ചയോടെ ചോദിച്ചു. ചാച്ചന് ഇത് എന്തു പറ്റി? എല്ലാവരും ഒരു ദിവസം മുമ്പേ ആശുപത്രി വിടാനാ പ്രാർത്ഥിക്കുന്നത്. അന്നരവാ ചാച്ചന്റെ ഒരു വർത്തമാനം. തങ്കച്ചൻ ദേഷ്യപ്പെട്ടു. അതുകൊണ്ടല്ലട തങ്കച്ച, നാളെയാ റപ്പായുടെ കേറി താമസം. വലിയ ആഘോഷമെന്നാ പറയുന്നത്. നമ്മളെ ഒഴിച്ച് നാട്ടിലുള്ള സകലമാന ആളുകളെയും വിളിച്ചിട്ടുണ്ട്. റപ്പായുടെ വീട്ടിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാടാ. അവരവിടെ റാസയോ പെരുന്നാളോ എന്ത് വേണേലും നടത്തട്ടെ ചാച്ചാ. വേണേലെല്ലാം കൂടി തലകുത്തി നിന്നോട്ടെ, നമുക്കെന്താ? ഏതായാലും ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമൊന്നും മാറ്റാൻ പറ്റില്ല, തങ്കച്ചൻ പറഞ്ഞു. ദേവസ്യാച്ചായൻ പിന്നൊന്നും പറഞ്ഞില്ല. എങ്കിലും ദേവസ്യാച്ചായനുള്ളിൽ ഭയമായിരുന്നു. സാറാ ചേട്ടത്തി രാവിലെ തന്നെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു. ഓട്ടോക്കാരൊക്കെ ആശുപത്രിയിൽ വന്നു. 4-5 ഓട്ടോറിക്ഷയിലാണ് എല്ലാവരും വീട്ടിലേക്ക് പോയത്. ടൗണും കഴിഞ്ഞ് ഓട്ടോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തങ്കച്ചന്റെ മനസ്സ് ദിവസങ്ങൾക്ക് പിന്നിലേക്ക് പായുകയായിരുന്നു. ആ രാത്രി ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ടാറിട്ട വഴിയും കടന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞതും തങ്കച്ചൻ ഒന്നിളകിയിരുന്നു. തൊണ്ടത്തിൽ റപ്പായി ചേട്ടന്റെ വീടിന് മുന്നിലെ ആൾക്കൂട്ടം ദൂരെ വെച്ചേ തങ്കച്ചൻ കണ്ടു. ഗ്രഹപ്രവേശനത്തിന്റെ സമയമായെന്ന് തങ്കച്ചന് മനസ്സിലായി. മുറ്റത്തും വഴിയിലുമൊക്കെ നിറയെ വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. ശവവണ്ടി റപ്പായിയുടെ വീട്ടുമുറ്റത്ത് പണ്ട് കൊടിച്ചിപ്പട്ടി പോലും കയറില്ലായിരുന്നു. റപ്പായി ചേട്ടന്റെ വീട്ടുവാതിക്കൽ എത്തിയതും തങ്കച്ചൻ അനിയൻ കുഞ്ഞിന്റെ തോളിലൊന്ന് അമർത്തി. അനിയൻ കുഞ്ഞെ, വണ്ടി ഒന്ന് നിർത്ത്. അനിയൻ കുഞ്ഞിന്റെ ഓട്ടോ നിന്നതും മറ്റു ഓട്ടോറിക്ഷകളും വഴിയിലൊതുക്കി. റപ്പായി ചേട്ടന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കോണ്ടസ കാറിൽ ചാരി നിൽക്കുന്ന 5-ാം നാവികപ്പടയിലായിരുന്നു തങ്കച്ചന്റെ കണ്ണുകൾ. അവർക്ക് ചുറ്റും 4-5 തടിമാടന്മാരും. തങ്കച്ചൻ ഓർമ്മയിൽ നിന്ന് അവരുടെ എല്ലാം മുഖം ചികഞ്ഞെടുത്തു. ആ രാത്രി ടെമ്പിൾ കോർണറിൽ നിന്ന് കുമരകത്തേക്ക് പോകാൻ തന്റെ ഓട്ടോ വിളിച്ചവർ. തങ്കച്ചന്റെ നെഞ്ചിൽ അലകടലിരമ്പി. തലയ്ക്കുള്ളിൽ 1000 വെള്ളിടി വെട്ടി. തങ്കച്ചൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി 5-ാം നാവികപ്പടയുടെ മുന്നിലേക്ക് ചോരക്കൊതി പൂണ്ട രാക്ഷസനെ പോലെ നടന്നെടുത്തു. അപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് വീടിന്റെ മുകൾ നിലയിൽ ഭയവിഹുലയായി സൂസന നിൽപ്പുണ്ടായിരുന്നു. ഒരു സമ്പന്നന്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി റപ്പായി ചേട്ടന്റെ ഇരുനില ബംഗ്ലാവ് തലയുയർത്തി നിന്നു. അതിഥികൾക്ക് ഇരിക്കാനും മറ്റുമായി വിശാലമായ മുറ്റത്ത് പന്തലിട്ടിരിക്കുന്നു. പന്തലിലും വീടിനുള്ളിലുമായി ധാരാളം ആളുകൾ. പട്ടണത്തിലെ സമ്പന്നന്മാരും അവരുടെ കുടുംബവുമാണ് ഏറെയും. റപ്പായി ചേട്ടന് കുഞ്ഞന്നാമയും ജോസുകുട്ടിയും അതിഥികളെ സ്വീകരിക്കുകയും കുശലം പറയുകയും ചെയ്തുകൊണ്ട് ഓടി നടക്കുകയാണ്. സിൽക്ക് ജുബയും ധോത്തിയുമാണ് റപ്പായി ചേട്ടന്റെ വേഷം. കുഴിഞ്ഞ കണ്ണുകളുടെ വൈകൃതം മാറ്റാനെന്നോണം സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശവവണ്ടി വലിച്ചു നടന്നപ്പോൾ കിട്ടിയ കൂന് ഇപ്പോഴും ഒരു ട്രേഡ് മാർക്കായി റപ്പായി ചേട്ടന്റെ ചുമലിലുണ്ട്. കുഞ്ഞന്നാമയാണെങ്കിൽ വേഷത്തിലും ചലനത്തിലുമൊക്കെ ഒരു മുതലാളിയുടെ സഹധർമ്മിണിയായി വിലസുകയാണ്. വില കൂടിയ ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെയായി ജോസുകുട്ടി പെൺകുട്ടികളുടെ ഇടയിൽ കസറുകയാണ്. സൂസനെ മാത്രം ആ വശത്തേക്ക് കണ്ടില്ല. ആ വീട്ടിൽ ആർഭാടം തലയ്ക്ക് പിടിക്കാത്തത് സൂസനയ്ക്ക് മാത്രമാണെന്ന് തങ്കച്ചൻ അറിഞ്ഞു. ഏതെങ്കിലും അടച്ചിട്ട മുറിക്കുള്ളിൽ നഷ്ട സ്വപ്നങ്ങളും
നൊമ്പരങ്ങളും നെഞ്ചിലേറ്റ് ഹൃദയം പൊട്ടി കരയുകയാവും സൂസന്ന. ഓട്ടോ തങ്കച്ചൻ വീണ്ടും 5-ാം നാവികപ്പടയുടെ നേരെ തിരിഞ്ഞു. ഓരോരുത്തരുടെയും മുഖത്തേക്ക് അവന്റെ നോട്ടം തെന്നി നീങ്ങി. ജെയ്സൺ കുര്യാക്കോസ്, സ്പിരിറ്റ് ജോമോൻ, മോട്ടി, അലക്സ്, ബെന്നി കുര്യൻ. തന്നെ കൊന്നു കൊലവിളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ, തന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു നടക്കുന്നവർ. അവർ 5 പേരും ഓട്ടോ തങ്കച്ചന്റെ ചലനം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കൊല്ലാൻ വേണ്ടി തന്നെയാണ് അന്ന് തങ്കച്ചനെ തല്ലി ചതച്ചത്. എന്നിട്ടും പഴയ കരുത്തോടെ അവൻ മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തുന്നത് പോലെ അവർക്ക് തോന്നി. ഒടുവിൽ ജെയ്സൺ കുര്യാക്കോസിൽ നോട്ടമുറപ്പിച്ചുകൊണ്ട് തങ്കച്ചൻ ഒരു ചുവടുകൂടി മുന്നോട്ട് നീങ്ങി നിന്നു. അതുവരെ എല്ലാം നോക്കിക്കൊണ്ട് വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ഓട്ടോയ്ക്കുള്ളിരുന്ന ലക്ഷം ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തി ഓടി തങ്കച്ചന്റെ മുന്നിലെത്തി. മോനെ തങ്കച്ച, നമുക്ക് വീട്ടിൽ പോകാം, നീ വാ. ലക്ഷം ദേവസ്യാച്ചായൻ അവന്റെ കയ്യിൽ പിടിച്ചു. തന്റെ മകനെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്നവരെ ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തിയും തിരിച്ചറിഞ്ഞു. ചാച്ചൻ പോയി വണ്ടിയിലിരുന്നോ, ചെറിയൊരു കണക്ക് കയ്യോടെ പറഞ്ഞു തീർത്തിട്ട് ഞാൻ ഉടനെ വരാം. ജെയ്സൺ കുര്യാക്കോസിന്റെ മുഖത്തു നിന്ന് ദൃഷ്ടി മാറ്റാതെ തങ്കച്ചൻ പറഞ്ഞു. ഒന്നും വേണ്ട മോനെ, കണക്കൊക്കെ ദൈവം തീർത്തോളും, നമുക്ക് പോകാമിട തങ്കച്ച. സാറാ ചേട്ടത്തി വല്ലാതെ ഭയന്നു. ഇനി ഒരു ദുരന്തം കൂടി കാണാനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. തന്റെ പ്രാർത്ഥനയും കർത്താവിന്റെ അനുഗ്രഹവും കൊണ്ടാണ് അന്ന് തങ്കച്ചന് ജീവനോടെ കിട്ടിയത്. സാറാ ചേട്ടത്തിക്ക് ആദ്യമായിരുന്നു. ഞങ്ങളെങ്കിലും ഓർത്ത് നീ വീട്ടിലോട്ട് വാ. സാറാ ചേട്ടത്തി കരച്ചിലിന്റെ വക്കോളമെത്തി. അമ്മച്ചി വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ ഉടനെ വന്നേക്കാം. അത് പറഞ്ഞ് തങ്കച്ചൻ തിരിഞ്ഞ് അനിയ കുഞ്ഞിനോടായി പറഞ്ഞു. അനിയൻ കുഞ്ഞെ, ഇവരുടെയൊക്കെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോയിക്കോ. നാവിക പടകളോട് കൂടുതൽ കണക്കൊന്നും പറയാൻ ഇപ്പോ നേരമില്ലെങ്കിലും ചിലതെങ്കിലും ഒന്ന് തീർത്തിട്ട് ഞങ്ങൾ വന്നേക്കാം. ദേവസ്യ ചായനെയും സാറാ ചേട്ടത്തെയും ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി അനിയൻ കുഞ്ഞു ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി. ഓട്ടോ മുന്നോട്ട് നീങ്ങിയതും തങ്കച്ചൻ വീണ്ടും ജെയ്സൺ കുര്യാക്കോസിന്റെ സംഘത്തിന്റെ മുന്നിലേക്ക് നീങ്ങി. നാവിക പടകളെന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ ചത്തുപോയെന്നാണോ കരുതിയത്? പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാ, തങ്കച്ചൻ, ഓട്ടോ തങ്കച്ചൻ. ജെയ്സൺ കുര്യാക്കോസും കൂട്ടുകാരും തങ്കച്ചന്റെ ഓരോ ചലനവും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓട്ടോ തങ്കച്ചന്റെ പിന്നിൽ കൂടം ബാബുവും വടിവാളുകുട്ടനും കുചേലൻ മോഹനും തവള തങ്കപ്പനും എല്ലാം അണിനിരന്നിട്ടുണ്ട്. സ്പിരിറ്റ് ജോമോൻ തങ്കച്ചനോടൊപ്പമുള്ളവരെ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. എല്ലാവരും കൂടി 10-15 പേരുണ്ട്. ഇവിടെ വെച്ചൊരു ഏറ്റുമുട്ടലുണ്ടായാൽ പരാജയം ഉറപ്പാണെന്ന് സ്പിരിറ്റ് ജോമോൻ കണക്ക് കൂട്ടി. വീണ്ടും തങ്കച്ചന്റെ ശബ്ദം ഇടിമുഴക്കമായി. എന്താടാ ഒരുത്തനും മിണ്ടാതെ നോക്കുകുത്തിയ പോലെ നിൽക്കുന്നത്? ഇരുട്ടടി തന്ന് എന്നെ കൊല്ലാൻ വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോടാ നിന്റെയൊക്കെ ശൗര്യം. തങ്കച്ചൻ അവർക്ക് നേരെ ആക്രോശിച്ചു. ഒന്നും വേണ്ടെന്ന അർത്ഥത്തിൽ സ്പിരിറ്റ് ജോമോൻ കൂടെയുള്ളവരെ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ ഒരു ഓട്ടോക്കാരന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ ജെയ്സൺ കുര്യാക്കോസ് തയ്യാറല്ലായിരുന്നു. ശൗര്യത്തിനൊന്നും ഒരു കുറവുമില്ലടാ, പക്ഷേ അങ്ങാടി പിള്ളേരെ പോലെ നാട്ടുപിള്ളേർക്ക് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കുന്നതാ. ഇവിടെ വെച്ചൊരു അടിപിടി ഉണ്ടായാൽ നാണക്കേട് ഞങ്ങൾക്കാ, നിന്നെ പോലുള്ളവനൊന്നും അതില്ല. ജെയ്സൺ കുര്യാക്കോസ് അതും പറഞ്ഞു തിരിഞ്ഞു നടന്നു. കൂടെ മറ്റുള്ളവരും. ഇവന്മാർ തന്ത്രത്തിൽ മുങ്ങുകയാണെന്ന് തങ്കച്ചന് മനസ്സിലായി. അങ്ങനൊന്നും ഒരു ചെറ്റയെ ക്ഷമിക്കണ്ടടാ. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറിയ ജെയ്സൺ കുര്യാക്കോസിന് നേരെ തങ്കച്ചൻ പാഞ്ഞെടുത്തു. പിന്നെ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വഴിയിലേക്ക് ഇറക്കി. തങ്കച്ച, ഞങ്ങള് കളത്തിലിറങ്ങണ്ടേ, സമയം വരുമ്പോ പറഞ്ഞാ മതി. നമ്മൾ അങ്ങാടി പിള്ളേരാ, ഒന്നും നോക്കണ്ട, വടിവാളുകുട്ടൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ വച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾ ഇവിടെ വന്നത് വഴക്കുണ്ടാക്കാനല്ല, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഗൃഹപ്രവേശനത്തിനാ. മോട്ടി ഓട്ടോ തങ്കച്ചനോടും കൂടെയുള്ളവരോടെ പറഞ്ഞിട്ട് ജെയ്സൺ കുര്യാക്കോസിന് നേരെ തിരിഞ്ഞു. ജെയ്സ ബാ. ശവവണ്ടിയുടെ മകൻ നിന്റെയൊക്കെ ഫ്രണ്ടായത് എന്ന് മുതലാടാ? 25 ലക്ഷവും മാരുതിയും കിട്ടിയപ്പോഴോ? കൂടം ബാബു കാറി തുപ്പി. എന്നെ തല്ലിയ ഒരു തെണ്ടിയും അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ടടാ. ഓട്ടോ തങ്കച്ചന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരുത്തനെയും വെറുതെ വിടത്തില്ല. തങ്കച്ചൻ ജെയ്സൺ കുര്യാക്കോസിന്റെ അടിനാഫിക്ക് ഒരിടി കൊടുത്തിട്ട് അലറി. സ്പിരിറ്റ് ജോമോനും അലക്സും ഒക്കെ ജെയ്സനെ രക്ഷപ്പെടുത്താൻ മുന്നോട്ടടുത്തപ്പോഴേക്കും ഓട്ടോ ഡ്രൈവർമാർ അവർക്ക് ചുറ്റും വളഞ്ഞു. എവിടെ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്നതിനാൽ, യാതൊരു മുൻകരുതൽ എടുക്കാതെ വന്നതിനാൽ അവർക്കൊക്കെ നിരാശ തോന്നി. 5-ാം നാവികപ്പടയുടെ ധൈര്യം ഞാനൊന്ന് കാണട്ടടാ. തിരിച്ചടിക്ക്. ഓട്ടോ തങ്കച്ചൻ ജെയ്സൺ കുര്യാക്കോസിന്റെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. അടിയടാ കൊച്ചു കുര്യാക്കോസെ, എന്റെ കൂടെ ഉള്ളവരാരും കയറില്ല, നമ്മൾ ഒറ്റയ്ക്ക്. തിരിച്ചടിക്ക്. തങ്കച്ചൻ വീണ്ടും വീണ്ടും അവനെ അടിച്ചു.
ജെയ്സൺ കുര്യാക്കോസ് തിളച്ചു പൊന്തിയ കോപം ഉള്ളിലൊതുക്കാൻ പണിപ്പെട്ടു. തങ്കച്ചനെ തിരിച്ചടിച്ചാൽ ഓട്ടോക്കാരൊന്നും വെറുതെ ഇരിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഇതിനിടയിൽ വടിവാളുകുട്ടൻ ഓട്ടോയുടെ സീറ്റിനടിയിൽ എപ്പോഴും കരുതുന്ന വടിവാൾ എടുത്തുകൊണ്ടുവന്നു. അതുകൂടി കണ്ടപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് 5ാം നാവികപ്പടയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും പുറത്തെ ഒച്ചയും ബഹളവും കേട്ട് ജോസുകുട്ടിയും 2-3 പേരും വഴിയിലേക്ക് ഇറങ്ങി വന്നു. തങ്കച്ചനും ഓട്ടോ ഡ്രൈവർമാരും തടഞ്ഞു വെച്ച തന്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ജോസുകുട്ടിക്ക് കലി കയറി. തന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന പട്ടണത്തിലെ സമ്പന്നന്മാരെയാണ് കുറെ ഓട്ടോക്കാർ ഭീഷണിപ്പെടുത്തുന്നത്. ഏതവനാടാ എന്റെ കൂട്ടുകാരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവരൊക്കെ നിന്നെപ്പോലെ മുക്കാലി വണ്ടി ഓടിച്ചു നടക്കുന്നവരാണെന്ന് കരുതിയോടാ. അങ്ങനെ ആക്രോശിച്ചുകൊണ്ടാണ് ജോസുകുട്ടി അങ്ങോട്ട് ചെന്നത്. അപ്പോഴാണ് അവൻ മറ്റൊന്നുകൂടി കണ്ടത്. മങ്ങാട്ട് പറമ്പിൽ ജെയ്സൺ കുര്യാക്കോസിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഓട്ടോ തങ്കച്ചൻ. തങ്കച്ചന്റെ ഒരു ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുകയാണ് ഓട്ടോക്കാർ. പക്ഷേ തങ്കച്ചൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ജെയ്സൺ കുര്യാക്കോസിന് നേരെ തിരിഞ്ഞു. ദാ, ഒരുത്തനോട് നിന്റെയൊക്കെ പക്ഷം ചേർന്നിട്ടുണ്ട്. അംഗബലം കൂടിയല്ലോ. ഇനി എന്നെ തിരിച്ചടിക്കണ്ടേടാ നായിന്റെ മോനെ. അന്ന് രാത്രിയിൽ ഒത്തിരി അടിച്ചതല്ലേ? പടക്കം പൊട്ടുന്നത് പോലെ ജെയ്സൺ കുര്യാക്കോസിന്റെ കവിളിൽ തങ്കച്ചന്റെ വലത് കൈ പതിച്ചു. എന്റെ വീട്ടിൽ വരുന്നവരെയൊക്കെ നീയൊക്കെ അപമാനിക്കും അല്ലേടാ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. തെല്ലു പതർച്ചയോടെ ജോസുകുട്ടി ഭീഷണി മുഴക്കി മുന്നോട്ടടുത്തു. വടിവാളുകുട്ടന്റെ കയ്യിലിരുന്ന വെട്ടിത്തിളങ്ങുന്ന ഇരുതല മൂർച്ചയുള്ള വടിവാള് ജോസുകുട്ടിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു. എടാ കൊച്ചു ശവവണ്ടി, കളിച്ച് കളിച്ച് നീ അങ്ങ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാണോല്ലോടാ പാരട്ടെ. വടിവാളുകുട്ടൻ കയ്യിലിരുന്ന വടിവാൾ അവന്റെ കഴുത്തിൽ മുട്ടിച്ചു. ജോസുകുട്ടി ഒന്നറച്ചു നിന്നു. ഇതിനിടയിൽ ആരോ വിവരം പറഞ്ഞ് റപ്പായി ചേട്ടനും കുറെ പേരും കൂടി ഇറങ്ങി വന്നു. എന്തോ നാടാ ഏരപ്പാളികളെ എന്റെ വീടിന് മുമ്പിൽ ചട്ടമ്പിത്തരം കാണിക്കുന്നത്? പോകിനടാ എല്ലാനും. റപ്പായി ചേട്ടൻ തങ്കച്ചന് നേരെ ചീറി. ഗ്രഹപ്രവേശനത്തിന് ധാരാളം പേർ എത്തിയിട്ടുണ്ട്. കൂടുതലും സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ് വന്നിരിക്കുന്നത്. അവരിതൊക്കെ അറിഞ്ഞാൽ തനിക്കാണ് നാണക്കേട്. മനുഷ്യൻ നന്നാകുന്നതിലുള്ള അസൂയ ഇവനൊക്കെ. അതല്ലേ കോഴി ബിരിയാണി തിന്നാനുള്ള ആർത്തി കൊണ്ടാ വന്നിരിക്കുന്നതെങ്കിൽ എല്ലാരും തിന്നു കഴിഞ്ഞിട്ട് ബാക്കി വന്നാൽ തരാമടാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ദേവസ്യയുടെ മകന് ഇതൊക്കെ തിന്നാൻ കൊതി കാണും. അയാൾ തങ്കച്ചനെ നോക്കി പരിഹസിച്ചു. എടോ ശവവണ്ടി, കുചേലൻ മോഹനൻ വിളിച്ചു. തനിക്ക് ഈ ബംഗ്ലാവും കോഴി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം കയ്യിൽ വെച്ച് തന്നത് ഈ തങ്കച്ചന്റെ അപ്പച്ചനാണെന്ന് മറക്കണ്ട കേട്ടോ. അത് കേട്ടപ്പോൾ താൻ തീരെ ചെറുതാകുന്നത് പോലെ റപ്പായി ചേട്ടന് തോന്നി. തങ്ങളുടെ ഭാഗത്തും അംഗബലം കൂടിയെന്ന് കണ്ടപ്പോൾ ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി. ജെയ്സൺ ഓട്ടോ തങ്കച്ചന് നേരെ കൈ ഉയർത്തിയതും അവന്റെ നീക്കം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തങ്കച്ചൻ ഒഴിഞ്ഞു മാറി. പിന്നെ അവന്റെ മൂക്കിന് മുഷ്ടി ചുരുട്ടി ഒരിടി കൊടുത്തു. ജെയ്സൺ പിന്നോക്കം മലച്ചു വീണു. സ്പിരിറ്റ് ജോമോനെ കൂടം ബാബു തൊഴിച്ചു തെറിപ്പിച്ചു. അതോടെ സ്പിരിറ്റ് ജോമോൻ ഒതുങ്ങി. പക്ഷേ ജെയ്സൺ കുര്യാക്കോസിനെ വെറുതെ വിടാൻ തങ്കച്ചന് ഒരുക്കമല്ലായിരുന്നു. തന്നെ ആ രാത്രിയിൽ കൊല്ലിക്കാൻ ആളെ കൂട്ടി വന്ന സംഘത്തിന്റെ നേതാവാണിവൻ. തങ്കച്ചൻ ഓരോ ഇടിക്കും ഓരോ ടൺ ഭാരമുണ്ടായിരുന്നു. ഓട്ടോ തങ്കച്ചൻ ചത്തുപോയെന്ന് കരുതി അല്ലേടാ ചെറ്റെ? പാതിരാത്രിക്ക് ആളെ കൂട്ടി എന്നെ കൊല്ലിക്കാൻ വന്നിട്ട് എന്റെ കാൽ ചുവട്ടിൽ വന്നെന്ന് ഞെളിയുന്നോടാ നീയും. തങ്കച്ചൻ കോപതാപങ്ങളാൽ ജ്വലിച്ചു. അവിടെ ഓടിക്കൂടിയവരൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, തങ്കച്ച ഇനിയൊന്നും ചെയ്യരുത്. തങ്കച്ചൻ അതൊന്നും കേട്ടില്ല. പൊടുന്നനെയാണ് സൂസൻ ഓടിക്കിതച്ചെത്തിയത്. തങ്കച്ചായ ഒന്നും ചെയ്യല്ലേ. തങ്കച്ചായൻ ഇനിയും ഒരു കൊലപ്പുള്ളിയാകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല തങ്കച്ചായ. എന്നെ കൊന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്നും വേണ്ട തങ്കച്ചായ, ഒന്നും വേണ്ട. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ തങ്കച്ചന്റെ കയ്യിൽ കടന്നു പിടിച്ചു. വീണ്ടും ജെയ്സൺ കുര്യാക്കോസിന് നേരെ ഉയർത്തിയ കൈകൾ മെല്ലെ അയഞ്ഞു. ഓട്ടോ തങ്കച്ചൻ തലതിരിച്ച് അവളെ നോക്കി. ഏറെ നേരം സൂസന്നയുടെ കണ്ണുകളിലെ സ്നേഹം, സങ്കടം, നിസ്സഹായത, യാചന ഒക്കെയും തങ്കച്ചന് മാത്രം മനസ്സിലാകുമായിരുന്നു. തങ്കച്ചൻ ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് കൂട്ടുകോരാടായി പറഞ്ഞു, വാടാ പോകാം. നിമിഷങ്ങൾക്കുള്ളിൽ ഓട്ടോറിക്ഷകൾ ഇരമ്പിപ്പോയി. റപ്പായി ചേട്ടനും ജോസുകുട്ടിയും സ്തബ്ധരായി നിൽക്കെ സൂസന്ന ഇരു കൈകളാലും മുഖം പൊത്തി ഒരു തേങ്ങലോടെ ഗേറ്റ് കടന്ന് വീടിനുള്ളിലേക്ക് ഓടി. സൂസന്ന വീടിനുള്ളിൽ അപ്രത്യക്ഷമായിട്ടും റപ്പായി ചേട്ടനും ജോസുകുട്ടിയും നിമിഷങ്ങളോളം ഒരുതരം മരവിപ്പിൽ നിന്നു. മതമിളകി ഒറ്റയാനെ പോലെ നിന്ന് തങ്കച്ചൻ സൂസന്നയുടെ വാക്കുകേട്ട് പിൻവാങ്ങിയിരിക്കുന്നു. ചുറ്റും കൂടി നിന്നവരുടെ മുന്നിൽ താൻ തീരെ ചെറുതായതുപോലെ റപ്പായി ചേട്ടന് തോന്നി.
ഓട്ടോ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്